ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാധാരണയായി സ്ഥിരം റൗഡികൾ എന്നെ കാണാൻ സ്റ്റേഷനിൽ വരാറാണ് പതിവ്. പക്ഷെ ഇവിടെ വന്നാൽ നിന്നെ കാണുകയും ചെയ്യാം, ഇത് ബിജുമോന് കൊടുക്കുകയും ചെയ്യാമെന്ന് കരുതി. എവിടെ കൊച്ചു റൗഡി? അവൻ വെളിയിലെങ്ങാണ്ട് പോയിരിക്കുക. ആണോ? എങ്കിൽ വരുമ്പോൾ കൊടുത്തേക്ക്. അതെ, ഈയിടെയായി ജയനെ കുറിച്ച് സ്റ്റേഷനിൽ ഒരു വിവരവും ഇല്ലല്ലോ. അടിപിടിക്കൊന്നും പോവാറില്ലേ? ഞാൻ വഴക്കിനൊന്നും പോവാറില്ല. വെരി ഗുഡ്. അകത്തിരിക്കാം. വേണ്ട. ജയൻ ഈയിടെ ഒരു വലിയ അടിപിടിക്ക് ഒരുക്കം കൂട്ടുന്നതായി ഞാൻ കേട്ടല്ലോ. ഞാനിപ്പം അതിന്റെ തയ്യാറെടുപ്പ് നടത്തി വരികയാണ്. ഇപ്പോൾ അയാൾ നേരിടുന്നത് ബുദ്ധിയാണോ? ഇതിൽ നിന്നും പിന്മാറണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിനക്കതിനുള്ള ശക്തിയുണ്ടോ? എന്റെ മനസ്സിനുണ്ട്. അതിന്റെ പേര് ധൈര്യം. ഞാൻ സൂചിപ്പിച്ചത് ശാരീരിക ശക്തിയെക്കുറിച്ചാണ്. സാർ ഒരിക്കൽ എന്നെ ഉപദേശിച്ച ഓർമ്മയുണ്ടോ? മകന് വേണ്ടി ജീവിക്കണമെന്ന്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സാർ, ഈ മത്സരത്തിൽ ഞാൻ ജയിച്ചാൽ എനിക്ക് കിട്ടുന്ന 5 ലക്ഷം രൂപയാണ്. എല്ലാം എന്റെ പൊന്നു മകന് വേണ്ടിയാണ്. ജയിച്ചാൽ? തോറ്റാൽ 5 ലക്ഷവും പോയി, തുടർന്ന് ജീവിക്കാനുള്ള ശരീരവും പോയി. സാർ, ഇത്രയും നാളും മരിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ഇനി എന്റെ മകൻ അന്തസ്സായി ജീവിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ എനിക്ക് മരിക്കേണ്ടി വന്നാൽ. Best wishes. Thank you. Hello, mommy. How do you do? Fine. Okay. Okay. Ah. Hello. Hello. Oh. Sorry. Stella. Stella. Stella, kutti. Yeah. Oh, my pity. Oh, my dear sweetie Stella. ആളുകൾ സ്റ്റെല്ല, മദ്രാസില് എന്റെ അളിയന്റെ ചിട്ടി കമ്പനിയിൽ നിന്ന് എനിക്ക് അല്പ സ്വല്പം കാശൊക്കെ കൂടെ കിട്ടി. ആ കാശ് കൊണ്ട് ഞാൻ കാർണിവൽ ഷോ തുടങ്ങി. 6 മാസം നല്ല കൊയ്ത്തായിരുന്നു. പോലീസ് എന്നെ കൊയ്യുന്നു തോന്നിയപ്പോ ഞാൻ സ്ഥലം വിട്ടു. My son, നിന്നെ ഇപ്പൊ കണ്ട റിയൽ ബ്രിട്ടീഷുകാരനെ മാറി തോന്നുന്നു. You look real Britain. Pity. 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 This is India. ശരിയാ ശരിയാ. യെസ് യെസ്. ഇവിടെ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ നന്നാവൂന്ന്. യു ലുക്ക് റിയൽ ബ്രിട്ടൻ. യു ആർ എ ഗ്രേറ്റ്. നേരാ. പിന്നെ കള്ളാണോടി? ഐ ഡോണ്ട് സേ ലൈ. കേട്ടോ മോനെ, നീ പോയ പിന്നെ ഞാൻ മുട്ടയിൽ നിന്ന് ഒറ്റ പ്രാർത്ഥനയായിരുന്നു മാതാവിനോട്, എന്റെ പീറ്റി മരുമകനെ എങ്ങനെയെങ്കിലും വലിയ കാശുകാരനാക്കണേ എന്ന്. മമ്മി, അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇത്ര പെട്ടെന്ന് ഞാൻ അങ്ങനെ കാശുകാരനായിരുന്നു. മമ്മീന്റെ പ്രാർത്ഥന കൊണ്ടാണല്ലേ? എനിക്ക് ജയനെ ഉടനെ കാണും. ഞാൻ പോയിട്ടുണ്ട്. പീറ്റി മോനെ, അതൊക്കെ പിന്നെ മതിയെന്നേ. ഈ പെട്ടി തുറന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കുളിച്ച് റെസ്റ്റ് എടുത്ത് പതുക്കെ പോയാ മതിയെന്നേ. മമ്മി, ഞാൻ പോയിട്ട്. Come on, my dear son. Come on. വാന്നേ. വെസ്റ്റ് നല്ല എരിവ്. അന്തോണി, പീറ്റർ, നീ എപ്പോഴും വന്ന്? ഞാൻ ഇപ്പൊ വരുന്ന വഴിയാ. നീ എവിടെ? ജയന് വല്ലതൊക്കെ രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കൂടി. മത്സരത്തിന് ഒരുങ്ങിയല്ലേ? ജയനും ബിജുമോനോട്? മോൻ കടയ്ക്ക് പോയി. ജയൻ അകത്ത് കിടപ്പുണ്ട്. എന്തായാലും നീ ഇപ്പൊ വന്ന് നന്നായി. പീറ്ററോ, നീ പോന്നടാ? ഇന്ന് എന്താടാ? ഞാനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞോ?
നീയാ ഈ മത്സരം നീ ഒഴിവാക്കണം. ഒഴിവാക്കാനോ? പീറ്ററാണോ ഈ പറയുന്നത്? അതെ, ഈ നിലയിൽ അയാളെ നേരിടാൻ നിനക്ക് കഴിയില്ലടാ. മറ്റൊരു അവസരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരെ ജീവിക്കാനുള്ള വക ഞാൻ സമ്പാദിച്ചു കൊടുക്കുന്നുണ്ടടാ. വേണ്ട, കയ്യിൽ വന്ന അവസരം നഷ്ടപ്പെടുത്തി വരാനിരിക്കുന്ന അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത് ജയിച്ചാൽ ഞാൻ 5 ലക്ഷത്തിന് ഉടമയാണ്. എന്റെ ബിജുവിന് വേണ്ടി ഞാൻ 5 ലക്ഷം രൂപ സമ്പാദിക്കാൻ പോവുകയാണ്. ജയിച്ചാൽ മാത്രമല്ലേ? ഞാൻ മത്സരിക്കുന്നത് ജയിക്കാനാണ്. നിനക്ക് അതിനുള്ള ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചെയ്യാൻ. ഇല്ല, ഞാൻ ശക്തനാണ് പീറ്റർ, ഞാൻ ശക്തനാണ് പീറ്റർ, ഞാൻ ശക്തനാണ്. 5 ലക്ഷമെന്ന് കേട്ടപ്പോൾ അവന്റെ ഒരു അത്യാഗ്രഹം. ഇതാണ് അവന്റെ അവസാനത്തെ ബെറ്റ്. സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, നീ അനുസരിക്കണം. നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ജയൻ പങ്കെടുക്കാൻ നീ അനുവദിക്കരുത്. നിന്റെ ഭർത്താവിനെ നിനക്ക് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. എന്റെ ഭർത്താവോ? വഴിനീളെ കുടിച്ച് തല്ലുണ്ടാക്കുന്ന തെണ്ടികൾ. സ്റ്റോപ്പ് ഇറ്റ്, നോൺസെൻസ്. മഞ്ജു അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് അവൻ എങ്ങനെയൊക്കെയോ ജീവിച്ചിരിക്കും. പക്ഷെ മഞ്ജു അവനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവൻ നല്ലവനായി തന്നെയാണ് ജീവിച്ചത്. ആ ഡ്രൈവർ സ്വന്തം കുഞ്ഞിനെ മൃഗീയമായി പൊള്ളിച്ചപ്പോ അത് കണ്ട് സഹിച്ചു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. ഒരുപക്ഷെ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അത് തന്നെയാണ് ചെയ്യുക. പിന്നെ മഞ്ജു പറഞ്ഞില്ലേ തെണ്ടികളെന്ന്. സ്വന്തം ജീവന്റെ ജീവനായ ആ കുഞ്ഞ് നാളെ റോഡ് നീളെ തെണ്ടാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ആ സാഹസത്തിന് മുതിരുന്നത്. ഒരുപക്ഷെ മഞ്ജുവിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൂലി വരെ ചെയ്തെങ്കിലും അവൾ ജീവിച്ചനെ. എനിക്ക് അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ, ആ പിഞ്ചു കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ നല്ലൊരു തീരുമാനത്തിലേക്ക് വരണം. ഞാൻ വരട്ടെ. ഞാനെല്ലാം കേട്ടു മോളെ. ഞാൻ തന്നെ പലപ്പോഴും ആലോചിച്ചതായിരുന്നു നിന്നെ ജയന്റെ അടുത്ത് കൊണ്ടാക്കണമെന്ന്. നിന്നെ വളർത്തിയ വാത്സല്യം എന്നെ തടഞ്ഞു നിർത്തി. ഇനി നീ തന്നെ ഒരു തീരുമാനത്തിലെത്തിയാൽ മതി. അതാണ് നല്ലത്. ജയൻ, ബെസ്റ്റ് ഓഫ് ലക്ക്. വയറ് കഴിഞ്ഞിട്ട് പോകാം.
മമ്മി വന്നു. ഡോക്ടർ വിളിക്കോ? എന്റെ മോൻ എവിടെ? ജയ, ജയ. സർ, ഞാൻ എന്റെ മകന് വേണ്ടി സമ്പാദിച്ചു കഴിഞ്ഞു. അവന്റെ മമ്മിയെ ഏൽപ്പിക്കണം. അവൾ നല്ലവളാണ്. അവനെ വളർത്തി വലിയവനാക്കണം. ഡാഡി ജയിച്ചു. ഡാഡി ജയിച്ചു മോനെ. മോന്റെ മമ്മി എടുത്തു പോണം. മോന്റെ മമ്മി നല്ല മമ്മിയാണ്. ഡാഡി, 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 എനിക്ക് ഡാഡി, എനിക്ക് ഡാഡി.
ആ